ബിരിയാണി വെക്കാൻ പ്ലാൻ ഉണ്ടോ? അപ്പോൾ അത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ടേസ്റ്റും ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു 700 ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിവില്ല കളറുണ്ട് ഒരു മുളക് പൊടിക്ക്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ധാരാളം മതി. ഒരുപാട് എരിവ് ഈ ഒരു ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. പെരുംജീരകം ഞാൻ കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ പെരുംജീരകം എക്സ്ട്രാ പൊടി ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ഗരം മസാലയിൽ ഒരുപാടങ്ങ് പെരുംജീരകം ചേർക്കില്ല, കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ ആ ഒരു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പാകത്തിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഒരു കടായിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഇട്ട് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും ബിരിയാണി തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുക്കാറില്ല കേട്ടോ, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. പൊതുവേ ഞാൻ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് മാത്രമാണ് ആ ഒരു സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ നാടനായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് മൊത്തത്തിൽ ഒരു 3 സവാളാണ് കേട്ടോ വേണ്ടത് ഈ ഒരു അളവിന്. എന്നിട്ട് നമുക്ക് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 കപ്പ് കൈമ റൈസാണ് കേട്ടോ. 700 ഗ്രാം ചിക്കന് 2 കപ്പ് കൈമ റൈസ് ഓക്കെയാണേ. അപ്പോൾ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തതായിരിക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് കൈമ റൈസിന് 4 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എനിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ആ ഒരു 4 കപ്പ് വെള്ളം എന്നുള്ളത്. 1/2 കപ്പ് ഓൾറെഡി നമ്മൾ ഈ ചിക്കനിൽ അങ്ങനെ വെള്ളമൊന്നും വരാനില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ആ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. അപ്പോൾ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഉപ്പ് ഒരു അല്പം മുന്നിട്ട് നിൽക്കട്ടെ, എങ്കിൽ നമ്മൾ ബിരിയാണി ദമ്മിട്ട് വരുമ്പം കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചു, അടുത്ത ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഹാഫ് കുക്കൊന്നല്ല, ഫുള്ളി കുക്കായിട്ട് തന്നെ എടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഇത് ഓൾറെഡി കുറച്ച് പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റുന്നുണ്ട് അത്. എന്നിട്ട് വേറൊരു കടയിൽ നിന്ന് വെച്ചിട്ട് ആ ഒരു ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിലൊന്ന് തെളിച്ച് ഒഴിച്ചെടുക്കാം. ആ ഒരു ഓയിലിൽ തന്നെ ചെയ്യണേ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ആ ഒരു ഓയിൽ ഞാൻ തെളിച്ചൊന്ന് ഒഴിച്ചെടുക്കും. ഇനി ഇതിലേക്ക് 2 സവാളയും 1ന്റെ പകുതി, അപ്പോൾ ഒരു 2.5 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളാണ്, ഒരുപാട് വലുതും വേണ്ട എന്നാൽ തീരെ ചെറുതുമല്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലൈസ് ആക്കിയത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണിക്ക് എപ്പോഴും സവാള നല്ല രീതിയിൽ വഴറ്റുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു സവാളൊക്കെ ഒന്ന് ഒതുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10-12ഓളം ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്. ഒരുപാട് നമ്മൾ പച്ചമുളക് ചേർക്കേണ്ട ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വഴണ്ടെന്ന് വരണം. അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 8 മിനിറ്റ് ആയപ്പോൾ തന്നെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 8-10 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പം റൈസ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മസാല റെഡി ആവാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ഒരു ചൂട് പോകേണ്ട റൈസിൻ്റെ. എപ്പോഴും നമ്മൾ ബിരിയാണിക്ക് ദമ്മിട്ടെടുക്കുന്ന സമയത്ത് റൈസിനും ഒരു മസാലയ്ക്കൊക്കെ നല്ല ചൂട് വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ അത് ആ ഒരു നമ്മൾ ചേർത്ത സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിയൊന്ന് കുഴഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണ്, അതായിരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്താലും മതി. ആ ഒരു തക്കാളി കട്ടാക്കി വെച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആ ഒരു തക്കാളിക്കും സവാളയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരില്ല എങ്കിലും കുറച്ചൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കറക്റ്റ് നമ്മളെല്ലാം ദമ്മിട്ടൊക്കെ വരുമ്പോൾ സമയത്തെ കറക്റ്റ് പാകമായിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കൂടിപ്പോകരുത് കേട്ടോ, ഉപ്പ് പാകത്തിന് ചേർത്താൽ മതിയല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
അല്ലെങ്കിൽ അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. മല്ലിപ്പൊടി ഒന്നും ഇടരുത് ബിരിയാണിക്ക്. മല്ലിപ്പൊടി വേറെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ കറക്റ്റ് ആവും. വേറെ നമ്മൾ അഡീഷണൽ ഇനി വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എല്ലാം കൂടെ മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ആ ഒരു മസാലയിൽ നന്നായിട്ട് ടേസ്റ്റ് ഒന്ന് ഇറങ്ങി കിട്ടുള്ളൂ. ഒരു 1/2 കപ്പോ 1/4 കപ്പോ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കി ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വറുത്തിന് പ്രത്യേകം ഞാൻ മാറ്റുന്നില്ല. ആ ഒരു ഇതിലേക്ക് തന്നെ അങ്ങ് ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ആ ഒരു നെയ്യിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയില അരിഞ്ഞതൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു ദമ്മിട്ടെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. അപ്പം അതും കൂടെ ആ ഇലകളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. രമ്പയിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇവിടെ ഉണ്ട്, എനിക്ക് പുറത്തിറങ്ങി പറിക്കാനുള്ള മടി കാരണം ഞാൻ എടുക്കാത്തതാണ്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മസാല ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടത് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മസാലയും കൂടെ നമുക്ക് ഇനി ആ ഒരു പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നിരത്തി വെച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ വേവിച്ച റൈസ് വെക്കാനുള്ളത്. റൈസ് നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി വേവിക്കാനായിട്ടൊന്നുമില്ല. ചിക്കൻ മസാലയും റെഡിയാണ്, റൈസും റെഡിയാണ്. ഇനി ഒരു 20 മിനിറ്റ്, ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് ദമ്മിട്ടെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെ ആ ഒരു ചോറും ഈ ഒരു മസാലയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അടച്ചൊരു 1/2 മണിക്കൂർ വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ഫ്ലെയിം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു ഫ്ലേവർ ആ റൈസിലേക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൈസ് ഞാൻ വേവിച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ നിരത്തി ഒന്ന് വെച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് നെയ്യും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചേർത്തിട്ട് മസാലയിലേക്ക് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ലൈറ്റായിട്ട് മതി കേട്ടോ. ഈ ചില ആൾക്കാർക്ക് ഒരുപാട് ഈ മല്ലിയില പുതിനയില അതിൻ്റെ സ്മെല്ലൊന്നും ഒരുപാട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ബിരിയാണിയാണിത്. അപ്പോൾ അതാ കുറച്ച് മല്ലിയില വളരെ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഇടുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കതൊന്ന് ഒരു 1/2 മണിക്കൂറൊന്ന് വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പൊന്ന് മാറ്റുന്നുണ്ട്. കറക്റ്റ് ഇതാ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം, ആ ഒരു കാര്യം സൂക്ഷിക്കണം. എന്നിട്ട് ഇതാ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഈ ബിരിയാണിക്ക് ഒരു കുറച്ച് സമയമൊന്ന് ഇരുന്ന് സെറ്റ് ആയി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണി നമുക്ക് തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഈ ഒരു പറഞ്ഞ അളവിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.